ശബരിമല നടയടയ്ക്കുന്ന നാളെ ശബരിമല കർമ്മസമിതിയുടെ ആഭിമുഖ്യത്തിൽ വൈകിട്ട് 4-ന് പുത്തരിക്കണ്ടം മൈതാനിയിൽ അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കും. കുളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരിയുടെ അധ്യക്ഷതയിൽ മാതാ അമൃതാനന്ദമയി ഉദ്ഘാടനം ചെയ്യും. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ നിന്നായി 2 ലക്ഷം അയ്യപ്പ ഭക്തർ സമ്മേളനത്തിൽ പങ്കെടുക്കും. മ്യൂസിയം, PMG എന്നിവിടങ്ങളിൽ നിന്ന് വൈകിട്ട് 3-ന് നാമജപ ഘോഷയാത്ര ആരംഭിച്ച് പുത്തരിക്കണ്ടത്ത് സമാപിക്കും. നാമജപം നടക്കുമ്പോൾ തന്നെ പുത്തരിക്കണ്ടത്ത് യോഗം ആരംഭിക്കും. ഹിന്ദു ഐക്യവേദി അധ്യക്ഷ KP ശശികല മുഖ്യപ്രഭാഷണം നടത്തും. നിരവധി ആധ്യാത്മികാചാര്യന്മാരും സമുദായ സംഘടനാ നേതാക്കളും പ്രസംഗിക്കും. ശബരിമല ആചാര സംരക്ഷണത്തിനായി 18-ന് സെക്രട്ടേറിയറ്റ് വളയൽ സമരമാണ് കർമ്മസമിതി ആദ്യം പ്രഖ്യാപിച്ചത്. എന്നാൽ പിന്നീട് അത് മാറ്റി അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുകയായിരുന്നു. 18-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വരുന്നതിനാൽ ആ ദിവസവും 21-ന് തൈപ്പൂയ ദിവസവും ഒഴിവാക്കി അതിനിടയിലുള്ള 20-ന് സംഗമം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ നിന്നുള്ള വിശ്വാസികളുടെ നാമജപയാത്രയും ഇതിനോടൊപ്പം സംഘടിപ്പിക്കുന്നുണ്ട്. സംഗമത്തിന്റെ ഭാഗമായി 18-ന് രാവിലെ തലസ്ഥാനത്തെ പ്രധാന കേന്ദ്രങ്ങളിൽ അയ്യപ്പ മണ്ഡപങ്ങൾ ഒരുക്കി. ഈ കേന്ദ്രങ്ങളിൽ 3 ദിവസത്തേക്ക് അയ്യപ്പ വിഗ്രഹം വെച്ച വിളക്കും പൂജയും ഉണ്ടാകും. സംഗമത്തിന്റെ മുന്നോടിയായി ഇന്നലെ വൈകിട്ട് നഗരത്തിൽ മഹിളാ വാഹന വിളംബര ജാഥ നടന്നു. അശ്വതി ജാല ഉദ്ഘാടനം ചെയ്ത് 100 കണക്കിന് സ്ത്രീകൾ പങ്കെടുത്ത വിളംബര ജാഥ പാളയം ഹനുമാൻ ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച് പട്ടം, കേശവദാസപുരം, പരുത്തിപ്പാറ, അമ്പലമുക്ക്, പേരൂർക്കട, വട്ടിയൂർക്കാവ്, ശാസ്തമംഗലം, വെള്ളയമ്പലം, പാളയം സ്റ്റാച്യു വഴി പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ സമാപിച്ചു. പ്രതിഷേധ പരിപാടികൾ ഒഴിവാക്കി ആധ്യാത്മിക തലത്തിലേക്ക് പ്രതിഷേധങ്ങളെ എത്തിക്കുക എന്ന നീക്കമാണ് ശബരിമല കർമ്മസമിതി സജീവമാക്കിയിരിക്കുന്നത്. ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചതിൽ പ്രതിഷേധിച്ച് രഥയാത്രയും സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്താനായിരുന്നു കർമ്മസമിതി ആദ്യം പ്രഖ്യാപിച്ചിരുന്നത്. ഈ മാസം 10 മുതൽ 13 വരെയായിരുന്നു രഥയാത്ര നടത്തുമെന്ന് അറിയിച്ചിരുന്നത്. 18-ന് 120 ഹിന്ദു സംഘടനകളെ ഉൾപ്പെടുത്തി സെക്രട്ടേറിയറ്റ് മാർച്ചും ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ രഥയാത്ര എല്ലാ ജില്ലകളിലും നടത്താൻ പ്രായോഗികമായ ബുദ്ധിമുട്ടുള്ളതിനാൽ അത് പറ്റുന്ന ജില്ലകളിൽ മാത്രം പ്രതീകാത്മകമായി നടത്തി അവസാനിപ്പിക്കാനാണ് ശബരിമല കർമ്മസമിതിയുടെ നീക്കം. ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ചതിൽ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ഹർത്താലിന് ശേഷം നടക്കുന്ന വ്യാപകമായ അറസ്റ്റും സെൻകുമാർ, KS രാധാകൃഷ്ണൻ എന്നിവർക്ക് ഹൈക്കോടതി നോട്ടീസ് നൽകിയതുമാണ് സംസ്ഥാനമൊട്ടാകെ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന രഥയാത്ര ഒഴിവാക്കിയതെന്നും അഭ്യൂഹമുണ്ട്. എന്നാൽ രഥയാത്ര ജനുവരി 10-ന് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി പറ്റുന്ന ജില്ലകളിൽ മാത്രം രഥയാത്ര സംഘടിപ്പിക്കുക എന്ന തീരുമാനത്തിൽ ശബരിമല കർമ്മസമിതി എത്തിയിരുന്നു. സെക്രട്ടേറിയറ്റ് വളയൽ നടത്തുന്നതിന് പകരം ആധ്യാത്മിക സംഗമം എന്ന നിർദ്ദേശമാണ് ദേശീയ നേതാക്കൾ നൽകിയതെന്നും ശബരിമല കർമ്മസമിതി നേതാവ് KP ശശികല വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.